എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ബിബിൻ ജോർജ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നല്ലൊരു പാട്ടുകാരനാണ്. ബിബിൻ ജോർജ് ഒരു കോളേജിൽ ഒരു ഫംഗ്ഷന് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ജാസി ഗിഫ്റ്റിനും ഇതേ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം പോയ കോളേജിലെ ഫംഗ്ഷനിൽ നിന്നും പാട്ട് പാടാൻ സമ്മതിക്കാതെ പറഞ്ഞുവിടുന്ന സാഹചര്യം. കുറവ് പേയ്മെന്റ് ആണെങ്കിൽ പോലും അവർ വളരെ സന്തോഷത്തോടെ അവരുടെ ഒരു മൂവിയുടെ കൂടി പ്രൊമോഷന്റെ ഭാഗമായിട്ട്, ഗുമസ്തൻ എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ കോളേജിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും മൂവിയുടെ പ്രൊമോഷൻ പറഞ്ഞ് പോകുമ്പോൾ അവർ ആ മൂവിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും ഒക്കെ തയ്യാറാവും. ഒപ്പം അവിടെയുള്ള കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ, അതിപ്പോൾ പാട്ടായിക്കോട്ടെ, അതല്ല മിമിക്രി താരങ്ങളാണെങ്കിൽ മിമിക്രി ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അവർ വില്ലിങ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോയ സമയത്താണ് കോളേജ് പ്രിൻസിപ്പൽ വന്നിട്ട് ബിബിൻ ജോർജിനെ വന്ന കാര്യം മാത്രം ചെയ്തിട്ട് ഇറങ്ങിപ്പോണം എന്ന ലെവലിൽ ഇറക്കി വിട്ടത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നുകിൽ ഈ കോളേജ് യൂണിയൻ എന്താണ് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത്, അവരെന്തിനാണ്, എന്ത് ഉദ്ദേശത്തോടെയാണ് അവരെ വിളിച്ചത് എന്നുള്ളത് പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്കുണ്ട് ഒരുതരം ഷോ കാണിക്കൽ. എന്തൊക്കെ പറഞ്ഞാലും അപമാനിക്കപ്പെട്ട വ്യക്തിക്ക് അറിയുള്ളൂ ആ വേദന എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് അദ്ദേഹം എന്താണ് അവിടെ ഫേസ് ചെയ്തത്, എന്താണ് അവിടെ സംഭവിച്ചത്, ആ കാര്യം നമുക്കൊന്ന് നോക്കാം. വേറെ ഒന്നും പറയണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ഇറക്കി വിടുന്നതും അദ്ദേഹം വളരെ വിഷമത്തോടെ. നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇത്രയധികം കുട്ടികളുടെ മുന്നിൽ, അത്രയും അധ്യാപകരുടെ മുന്നിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക വിഷമം. അദ്ദേഹത്തിന്റെ കൂടെ കോ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ബിബിൻ ജോർജിനെ മാത്രമാണ് ആ ഫംഗ്ഷന് വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകളും കൂടി ആ ഫംഗ്ഷന് പങ്കെടുക്കും, അങ്ങനെ പങ്കെടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു പ്രശ്നമില്ലാന്ന ലെവലിലാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഷാജു ശ്രീധർ തുടങ്ങിയ ആൾക്കാരെയും കൊണ്ടുപോയത്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഈ അപമാനം സഹിക്കേണ്ടി വന്നത്. ഇദ്ദേഹത്തെ മാത്രമല്ല, ഈ കൂടെ വന്ന ആളുകളെയും കൂടി ആ പ്രിൻസിപ്പൽ അപമാനിച്ചു വിട്ടു. അതിന് ഈ കുട്ടികൾ അദ്ദേഹത്തോട് സോറി പറയുന്നുണ്ട്, വരൂ, വീണ്ടും ആ ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാം. സ്റ്റെപ്പ് കയറി വേണം മേളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു ബൈറ്റ്, ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. കാരണം കലാകാരന്മാരോട് കാണിക്കുന്ന ഒരു തരം അവഗണനയുണ്ട്. ചില ആൾക്കാർ, ഇപ്പം ഞാൻ നേരത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു തരം ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഇവനാരടാ ഇവിടെ വന്ന് സംസാരിക്കാൻ എന്ന രീതിയിൽ വില കുറച്ച് കാണുന്ന ഒരു തരം വൈകൃതമുണ്ട്. അപ്പം അതുമാവാം, ആ ഒരു ദുശ്ചിന്തയും ആവാം ഈ പ്രിൻസിപ്പലിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. ഈ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു പ്രോഗ്രാമിലും ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് സൂചിപ്പിച്ചില്ല. പല മീഡിയക്കാരും അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് എന്നോട് സംഭവിച്ചത്. അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പകരം അത് ആ പ്രിൻസിപ്പലിന് ഒരു അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റ് പറ്റിയതായിരിക്കാം. അദ്ദേഹം അത് തിരുത്തി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു വലിയൊരു ഇഷ്യൂ ആക്കണ്ട, കാരണം ആ പ്രിൻസിപ്പലിന് ഒരു ഫാമിലി ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബിബിൻ ജോർജ് അത് സ്വയം അടക്കുകയാണ് ചെയ്തത്. സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു സൈഡ് ഉണ്ട്. ഇങ്ങനൊരു ഇൻസിഡന്റ് പുറത്ത് ഇദ്ദേഹം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും വിമർശിക്കാനും ആൾക്കാരുണ്ടാവും. അതിലുപരി ആ പ്രിൻസിപ്പലിനെ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് പൊങ്കാലിടാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ബിബിൻ ജോർജ് സൈലന്റ് ആയത്. പക്ഷേ മനോരമ ന്യൂസിൽ അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, ചെറിയൊരു ബൈറ്റ് ഉണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ബിബിൻ ജോർജ് തന്നെ പറയുന്നത് കേൾക്കാം. സത്യത്തിൽ സംഭവിച്ചത്, 3 കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത്, യൂണിയൻകാരാണ് വിളിച്ചത്. അപ്പോൾ പൈസ കുറവാണ്, എന്നോട് പറഞ്ഞു പൈസ കുറവാണ്, വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പടം അടുത്ത ആഴ്ച ഇറങ്ങുകയാണ്, അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു. അവരും സന്തോഷമായി. കാരണം ഞാൻ മാത്രമല്ല, ഷൈജു ശ്രീധർ, ജയ്സേട്ടൻ, ആ പടത്തിൽ അഭിനയിച്ച, പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും ചെറിയ പൈസക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഞാൻ ചെന്ന്, ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കോളേജിൽ. അപ്പം നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ 3-4 നിലയൊക്കെ ഉണ്ടായിരുന്നു. 4 ഒരു എനിക്ക് തോന്നുന്നു 2-3 ആണെന്ന് തോന്നുന്നു. നമ്മളവിടെ അങ്ങോട്ട് ചെന്ന് കയറി. അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല.
സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ്ത, കാരണം അവിടെ പോസ്റ്ററൊക്കെ ഫുള്ള് കോളേജ് ഒട്ടിച്ചേക്കണോണ്ട് ഗുമസ്തൻ ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവർ അധ്യാപകർ തന്നെയാണ് വിളിച്ച് അവരെയും കയറ്റി ഇരുത്തിയതേ. അപ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല ഇവിടെ, വേറൊന്നും ചെയ്യാൻ. അപ്പം എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇവർക്ക് ആർക്കും ഇവിടെ ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും മാഗസിൻ പറഞ്ഞ് പ്രകാശനം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിലൊരു വിഷയമുള്ള കേസല്ല. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈജു ചേട്ടനും ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രം പറയുക, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി. കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു, അവർ മാപ്പ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറാം. അപ്പം പിന്നെ അങ്ങോട്ട് കയറൽ ഇത്തിരി ചടങ്ങായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു, അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെയാണ് ആ പ്രിൻസിപ്പൽ വന്നിട്ട് ഇവരോട് മാഗസിൻ പ്രകാശനം നടന്നല്ലോ, അത് അവരുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം പ്രകാശനവും ഗുമസ്തന്റെ പ്രകാശനവും ഒന്നും വേണ്ട, പരിപാടി കഴിഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടേ പറഞ്ഞിട്ട് പൊക്കോളൂ. കൂടെ വന്നവർക്ക് പോലും സംസാരിക്കാൻ ഒരവസരം കൊടുത്തിട്ടില്ല. ശരിക്കും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും വിവേകവും ഉണ്ടാവണം. ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അതില്ലാത്തതിൻ്റെയാണ് ഈ പ്രിൻസിപ്പലിന് അന്ന് സംഭവിച്ചത്. ഇനി ആ പ്രിൻസിപ്പൽ അതിന് മാപ്പ് പറഞ്ഞോ, അല്ലെങ്കിൽ സാധാരണയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ അടുത്ത ദിവസം തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അങ്ങോട്ട് സ്പ്രെഡ് ആവും. ഇന്നലെ സംഭവിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാനത് ചെയ്തു പോയതാണ്, അതുമല്ലെങ്കിൽ കുട്ടികൾ എന്നോട് നേരത്തെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ കുട്ടികളുടെ തലയിൽ കൊണ്ട് വയ്ക്കുമായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ഇവിടെ ഒരു കലാകാരനെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തെ അനുഭവം അല്ല. ഇപ്പോൾ ബിബിൻ ജോർജിന് ഇന്ന് സംഭവിച്ചു, മുൻപ് ജാസി ഗിഫ്റ്റിന് സംഭവിച്ചു, അതിന് മുൻപും സംഭവിച്ച ആൾക്കാരുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത്തരം കലാകാരന്മാരോട് അല്ലെങ്കിൽ കലാകാരികളോട് ഇവർ ഇങ്ങനെ പെരുമാറുന്നു? ഈ പണ്ട് ലാലേട്ടൻ പറഞ്ഞ യൗവനത്തോടുള്ള ഓക്കാനമാണ് വാർദ്ധക്യത്തിന്റെ ലക്ഷണമെന്ന് പറഞ്ഞ പോലെ, അത് ഏത് സിനിമയെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? റെഡ് ചില്ലീസ് അറിയായിരിക്കുമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഇവിടുത്തെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പേടിച്ചിട്ടുണ്ടാവും. ഇവരുടെ സ്റ്റാർഡമാണോ ഇനി അദ്ദേഹത്തിന്റെ പ്രശ്നം, എന്താണ് പ്രൊവോക്ക് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ബാക്കി ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആണ് നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ പാടണ്ട, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അവിടെ അധികൃതത്തിൽ താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക്. അപ്പം ഞാൻ പറയാം ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ, നമുക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റൂല, നിങ്ങളും ഇത് ഇപ്പം പറയാ പോവാ എന്നുള്ളത്. സാധാരണക്കാരായ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഒരുപക്ഷെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അത് ഉണ്ടാവും. അതെന്നോട് കുറെ പേര് ചോദിച്ചു. ഞാൻ അവിടെ നിന്നിട്ട് അത്രയും, കാരണം സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. എന്താണെന്നറിയാമോ, അവരെ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ്. അവരൊരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടിട്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത്. വെച്ചാൽ ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ഒരാളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴും അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത്, ഇത് സത്യസന്ധമായിട്ട് പറയുന്നത്, അത് വിട്ട് കളയാന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുപറ്റും, നാളെ എനിക്കും പറ്റും. അപ്പം എന്നെയും ചീത്ത പറയരുത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചതും. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ ഇതൊക്കെയാണ്. കുട്ടികൾക്ക് ഹേർട്ടായി. ബിബിൻ ജോർജിന് ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയത് അതാണ്. കുട്ടികൾക്ക് ഹേർട്ടായി. അവർ പിന്നാലെ വന്ന് ഇവരെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആ അപമാനിക്കപ്പെട്ടതിനേക്കാളും വലിയൊരു വേദനയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ആ പ്രിൻസിപ്പൽ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് നിങ്ങളോട് ആരാ തിരിച്ചു വരാൻ പറഞ്ഞത്, നിങ്ങൾ വന്ന കാര്യം പൂർത്തിയാക്കിയില്ലേ, ഇനി എന്തിനും കൂടെ കയറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവർക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചു പോയതിന് നന്നായി. പക്ഷെ കുട്ടികൾക്ക് ഹേർട്ടായതിൽ ഇദ്ദേഹത്തിനും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അതായത് അദ്ദേഹത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് 3ാമത്തെ നില വരെ സ്റ്റെപ്പ് കയറി പോയി ആ ഫംഗ്ഷൻ പങ്കെടുക്കാൻ അദ്ദേഹം കാണിച്ചൊരു മനസ്സുണ്ട്. അതിനെയാണ് ആ പ്രിൻസിപ്പൽ വാല്യൂ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനെന്ന് എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ, ഇന്ന കാരണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് അയാൾക്ക് തൊട്ട് തീണ്ടിട്ടില്ല. ഇയാളെ ഒന്നും പ്രിൻസിപ്പലായിട്ട് പോലും വച്ചിരിക്കാൻ പാടില്ല. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബിബിൻ ജോർജ് പറഞ്ഞു, ബിബിൻ ജോർജിന് അതിൽ വേറെ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും, പുറത്ത് കാണിക്കില്ല. ഇങ്ങനെയുള്ള വ്യക്തികളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യർക്ക് എന്നാണ് പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാവും? പക്ഷേ ഇവിടെ വിദ്യാർത്ഥികൾ മാതൃക കാണിച്ചു. കാരണം ബിബിൻ ജോർജ് ഇറങ്ങിയ കൂട്ടത്തിൽ തന്നെ അവർ പിന്നാലെ വന്നിട്ട് തിരിച്ച് വിളിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ട്. ഇതിലിവിടെ സംഭവിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ കുട്ടികൾ ഇത് നേരത്തെ കൂട്ടി അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല ഇവരിങ്ങനെ ഒരു മൂവിയുടെ പ്രൊമോഷനുമായിട്ട്. പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഗുമസ്തന്റെ പോസ്റ്ററുകൾ അത്രയധികം അവിടെ അടിക്കില്ലായിരുന്നു. അത് ഈ കോളേജ് യൂണിയൻ തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനും സാധ്യതയില്ല. പിന്നെ എന്താണ് ആ പ്രിൻസിപ്പലിനെ പ്രൊവോക്ക് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. എനിവേ, ആ പ്രിൻസിപ്പലിന് നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കാനേ പറ്റുള്ളൂ. കലാകാരന്മാരോട് ഇനിയെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ ഇവർക്കൊക്കെ മനസ്സ് വരട്ടെ. താങ്ക് യു.